ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുളക് പൊടിയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ക്യാരറ്റ് മാംഗോ പിക്കിൾ റെഡിയാക്കാം. ക്യാരറ്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയും 2 ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും മാങ്ങയെല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് പിക്കിൾ റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/2 കപ്പ് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ആയിട്ട് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ബോയിലായി വരണം. ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വിനെഗർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 1 ടീസ്പൂൺ കായവും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങയും ക്യാരറ്റും ഒന്നും അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യും. ചൂടാറിയ ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ക്യാരറ്റ് മാംഗോ പിക്കിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്